നമസ്കാരം, എല്ലാവർക്കും എമിനിറ്റിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇതാ നമ്മളിവിടെ ഒരു വാക്ക് എഴുതിയിട്ടുണ്ട്. എന്താണ് മക്കളെ വാക്ക്? ഹർ കദം ദേസ്കീന. എന്താണ് അതിനർത്ഥം? ഹർ കദം ദേസ്കീന. നമ്മുടെ ഓരോ കാൽവയ്പ്പുകളും ചുവടുവയ്പ്പുകളും രാജ്യത്തിന്റെ പേരിന് വേണ്ടിയും പ്രസക്തിക്ക് വേണ്ടിയാണ്. ഇത് എഴുതാൻ കാരണം ഇത് ഇന്ത്യൻ നേവിയുടെ ആപ്തവാക്യമാണ്. ആരുടെ ആപ്തവാക്യമാണ്? ഇന്ത്യൻ നേവിയുടെ ആപ്തവാക്യം. അതുകൊണ്ട് തന്നെ ഇന്നത്തെ നമ്മുടെ വിഷയം നേവിയുടെ പുതിയ നോട്ടിഫിക്കേഷൻ വന്നതിനെ കുറിച്ചാണ്. നേവിയുടെ പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അത് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. എന്നാൽ അതിൽ ചെറിയ ചില വിശദീകരണങ്ങൾ ആവശ്യമുള്ളത് കൊണ്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. വന്നിരിക്കുന്നത് ഏതൊക്കെയാണ് പോസ്റ്റ് എന്ന് നോക്കാം മക്കളെ. ഒന്ന് SSR, അടുത്തത് വന്നത് MR. ഇത് രണ്ടും തമ്മിൽ ഒരു ചെറിയ വ്യത്യാസമേ ഉള്ളൂ. എന്താണെന്ന് വെച്ചാൽ ഈ SSRൽ അപ്ലൈ ചെയ്യുന്നത് +2 സയൻസ് പഠിച്ച കുട്ടികൾ. ആ സയൻസ് പഠിച്ചതിലും എന്താ നോക്കണ്ടേ? ഫിസിക്സും മാത്സും പഠിച്ച് 50% മാർക്കോട് കൂടിയിട്ട് 50% മാർക്കോട് കൂടി സയൻസ് ഗ്രൂപ്പ് എടുത്ത് പഠിച്ചവർക്ക് മാത്രമേ എന്തിനപേക്ഷിക്കാൻ പറ്റുള്ളൂ? നേവി SSR. SSR എന്ന് പറഞ്ഞാൽ എന്താ? സീനിയർ സെക്കൻഡറി റിക്രൂട്ട്സ് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ നമ്മൾ ചിന്തിക്കും, ഓക്കെ, ഇനിയിപ്പോ എനിക്ക് സയൻസ് ഗ്രൂപ്പ് അല്ല, കൊമേഴ്സ് ആണ്, ഹ്യൂമാനിറ്റീസ് ആണ്, അല്ലെങ്കിൽ എനിക്ക് +2 കിട്ടിയിട്ടില്ല, ഞാൻ എന്ത് ചെയ്യുമെന്നുള്ള ചിന്ത ആർക്കും വേണ്ട. അവർക്കുള്ള അവസരമാണ് MR. MR എന്ന് പറഞ്ഞാൽ മെട്രിക് റിക്രൂട്ട്. അതായത് നിങ്ങളുടെ 10ാം തരം മാത്രമാണ് അതിൽ ബേസ് ചെയ്യുന്നത്. അപ്പൊ ഇതിൽ ചോദിച്ചിരിക്കുന്നത് എന്താണ്? 10th പാസ്, 10 പാസ് ആയിരിക്കണം. എത്ര ശതമാനം മാർക്ക്? 50% മാർക്കോട് കൂടി പാസ്സായി. 50% മാർക്ക് ഓരോ വിഷയത്തിനല്ല, ഓരോ വിഷയത്തിനായിരുന്നു പറഞ്ഞിരുന്നെങ്കിൽ ഇവിടെയും അല്ലെങ്കിൽ ഇവിടെയും ചിലപ്പോൾ നമ്മൾ കുടുങ്ങി പോകും. കാരണം എന്താണ്? ഒരാൾക്ക് ഒരു വിഷയത്തിന് D+ ഉണ്ട്, ബാക്കി എല്ലാ വിഷയത്തിനും A+ ആയിരിക്കാം. അപ്പൊ ആ വ്യക്തിക്ക് D+ ഉണ്ടെങ്കിൽ പങ്കെടുക്കാൻ പറ്റും. ഇതിൽ എന്താണ് പറയുന്നത്? 50% അഗ്രിഗേറ്റ് എന്നാണ് പറയുന്നത്. ഓവറോൾ 50% മാർക്ക് ഉണ്ടെങ്കിൽ അപേക്ഷിക്കാൻ പറ്റും. അപ്പോ ഒട്ടുമിക്ക കുട്ടികൾക്കും +2 പാസ്സായതാണ്, പക്ഷേ +2 സയൻസ് ഗ്രൂപ്പ് അല്ല, ഫിസിക്സും മാത്സും പഠിച്ചില്ല, കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചതാണ്. അങ്ങനെയുള്ളവർക്ക് എല്ലാവർക്കും 10th ലെവലിലുള്ള MRലേക്ക് അപേക്ഷ കൊടുക്കും. ഇനി ഇത് ആർക്കാ അപേക്ഷിക്കാൻ പറ്റുന്നത്? ബോത്ത് ബോയ്സ് ആൻഡ് ഗേൾസ്. ബോയ്സ് ആൻഡ് ഗേൾസ് രണ്ട് കൂട്ടർക്കും അയക്കാൻ പറ്റുന്ന. ഇനി പെൺകുട്ടികൾ ചിന്തിക്കുന്ന, അയ്യോ ആൺകുട്ടികൾക്ക് മാത്രമേ വേക്കൻസി വരുന്നുണ്ടല്ലോ എന്ന ചിന്ത വേണ്ട. പെൺകുട്ടികൾക്ക് കൂടി അപേക്ഷ അയക്കാൻ പറ്റുന്ന ഒരു വേക്കൻസിയാണ് ഇതെന്നുള്ള കാര്യം എല്ലാവരും നോക്കുക. ഇനി ഇതിന്റെ മറ്റ് ഇമ്പോർട്ടൻസ് ആയ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ ഇതിൽ പറയുന്നുണ്ട് SSRO MRO ഏതിൽ അയക്കുന്ന കുട്ടിയാണെങ്കിലും, ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും എത്ര ഹൈറ്റ് ഉണ്ടാകണം? ഹൈറ്റ് എന്ന് പറയുന്നത് 157 സെന്റിമീറ്റർ ഉണ്ടായിരിക്കണം. ഹൈറ്റ് 157, ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും അത് മസ്റ്റാണ്, നിർബന്ധമായിട്ടും. അതിനുശേഷം പറയുന്നത് കാഴ്ച ശക്തി, വിഷൻ എന്താണ് പറയുന്നത്? 6/6, അതായത് സ്വാഭാവികമായ സാധാരണ കാഴ്ച ശക്തി ഉണ്ടായിരിക്കണമെന്നുള്ളതാണ് 6/6 എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് രണ്ടും ക്ലിയർ ആണെങ്കിൽ ആ വ്യക്തിക്ക് വിദ്യാഭ്യാസ യോഗ്യതയും കൂടി അനുകൂലിക്കുമെങ്കിൽ അപേക്ഷ അയക്കാം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഉള്ളത് വയസ്സ് സംബന്ധിച്ചാണ്. എത്ര വയസ്സുള്ളവർക്ക് അയക്കാം? 25, 30, 40 വയസ്സുള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുമോ? ഇല്ല. അതെന്താണ് അയക്കാൻ പറ്റുന്നത്? 1 നവംബർ 2003നും 1 നവംബർ 2003നും 30 ഏപ്രിൽ 2007നും ഇടയിൽ, അല്ലെങ്കിൽ ആ 2 ദിവസം, ഈ 2 ദിവസം കൂടി ഉൾപ്പെട്ട തീയതി ഉണ്ടോ? അപ്പൊ 1 നവംബറിൽ 2003 ജയിച്ചേക്കാം, 30 ഏപ്രിൽ 2007 ജയിച്ച വ്യക്തികളേക്കാം. ഇതിനിടയിലുള്ള ആളുകൾ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും വരിക? 17 വയസ്സ് മുതൽ 21 വയസ്സ് വരെ ഉള്ളവർ എന്നൊരു കോമൺ കണക്ക് നമ്മൾ അങ്ങ് എടുത്താൽ ഇങ്ങനെയുള്ളവർക്ക് മാത്രമേ അയക്കാം. അപ്പൊ ഇത് ഏറ്റവും കൂടുതൽ ഗുണകരമാകുന്നത് ആർക്കാന്നറിയോ മക്കളെ? നിങ്ങൾ ഇപ്പോൾ +2വിന്റെ റിസൾട്ട് അറിഞ്ഞ കുട്ടികളുണ്ടോ? ഈ റിസൾട്ട് അറിഞ്ഞ കുട്ടികൾ ഇനിയൊരു നഴ്സിംഗിനോ ഡിഗ്രിക്കോ അല്ലെങ്കിൽ നീറ്റ് കോഴ്സിനോ
അതല്ലെങ്കിൽ ചിലർ +2 ഫെയിൽ ആയവരോ അടുത്തത് എന്ത് ചെയ്യണം, വാട്ട് ഈസ് നെക്സ്റ്റ് എന്ന് ചോദിച്ച് കാത്തിരിക്കുന്ന ഈ ഒരു അവസരത്തിൽ നിങ്ങൾക്ക് ഏറ്റവും ഉചിതമായിട്ടുള്ള സൈന്യത്തിലേക്കുള്ള ഒരു കാൽവയ്പാണ് എന്ത്, നേവിയുടെ SSRഉം MRഉം. എന്തുകൊണ്ടാണ് മക്കളെ? ചെറിയ പ്രായമാണ്. നമ്മൾ ഇനിയും വളരെയധികം കാലം മുന്നോട്ടേക്ക് പഠിച്ചുകൊണ്ടേയിരുന്ന് പഠനത്തിന് ശേഷം ജോലിക്ക് ശ്രമിക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ജോലി കിട്ടണമെന്ന് ഒരു നിർബന്ധമില്ല. ഒരുപക്ഷെ നമ്മൾ ഡിഗ്രിയോ കാര്യങ്ങളോ ഒക്കെ കഴിഞ്ഞതിന് ശേഷം 21 വയസ്സിന് ശേഷം ശ്രമിക്കുമ്പോൾ ഇതുപോലെ വരുന്ന പോസ്റ്റിന് നമ്മൾ യോഗ്യരാകില്ല. ആ സമയത്തെ സിറ്റുവേഷനോ സന്ദർഭങ്ങളോ നമുക്ക് അറിയാൻ കഴിയില്ല. അതുകൊണ്ട് ഇത് നല്ലൊരു അവസരമാണ്. ഇതിന് നിങ്ങൾ എല്ലാവരും അപേക്ഷിക്കണം. എന്തിനുകൊണ്ടാണ് ഇതിനകത്ത് അപേക്ഷിക്കുന്നത്? പല ആളുകളും വിമുഖതയോട് കാണുന്ന ഒരു കാര്യമാണ്. ഇത് അഗ്നിവീർ പദ്ധതിയാണല്ലോ. അതെ, അഗ്നിവീർ പദ്ധതിയാണ്. അതുകൊണ്ട് 4 വർഷം കഴിഞ്ഞാൽ ഞങ്ങളെ ജോലിയിൽ നിന്ന് വിടില്ലേ? ഇങ്ങനെ ആരാ പറയുന്നത്? അഗ്നിവീർ പദ്ധതിയിൽ പോയിട്ടുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഇല്ലല്ലോ. അങ്ങനെ പോയിട്ടുള്ളവർ നിങ്ങളോട് പറയുന്നുണ്ടോ? അതില്ലല്ലോ. 4 വർഷം കഴിഞ്ഞ് ഞങ്ങളെ പിരിച്ചുവിടുന്നു. ഇതുവരെ അങ്ങനെ ആരും വന്നിട്ടില്ലല്ലോ. ഇനി അതിൽ തന്നെ പറയുന്നുണ്ടല്ലോ നോട്ടിഫിക്കേഷനിൽ 25% ആളുകളെ ഇതിൽ സ്ഥിരപ്പെടുത്തുന്നുണ്ട് എന്ന് പറയുന്നു. അത് 25-50 ആക്കാനുള്ള ചർച്ച സേനകൾ നടത്തുന്നുണ്ട്. 50 പിന്നീട് 75 ആകും. പിന്നീട് അത് ഒരുപക്ഷെ പദ്ധതിയെ മാറിപ്പോയെങ്കിലോ? അപ്പൊ അതൊന്നും നിങ്ങൾക്ക് അറിയാൻ പറ്റുന്ന കാര്യങ്ങളല്ല. നിങ്ങൾ അതിനെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല. മറ്റുള്ളവർ തരുന്ന മിസ്ഗൈഡ് അനുസരിച്ച് ഇങ്ങനെ ഒരു അവസരത്തിലേക്ക് ശ്രമിക്കാതെ ഇരുന്നാൽ അതിന്റെ നഷ്ടം നിങ്ങൾക്ക് മാത്രമാണ്. കാരണം തൊഴിൽ എന്നുള്ളത് എത്രയും പെട്ടെന്ന് നേടുക എന്നുള്ളത് ഓരോരുത്തരുടെയും ആവശ്യമാണ്. സ്വന്തം കാലിൽ നിൽക്കാനുള്ള കഴിവ് ആർക്കും എപ്പോഴും ലഭിക്കണമെന്നല്ല, അത് ലഭിക്കുമ്പോൾ അതിന് സ്വീകരിക്കുക എന്നുള്ളതാണ് കൃത്യമായി അതിന്റെ ഒരു രീതി. ഇനി നമുക്ക് ഇതിന്റെ മറ്റ് സെലക്ഷൻ പ്രൊസീജിയറിലേക്ക് കിടക്കാം. അതിനു മുമ്പായി തന്നെ പറയുന്നു, നമ്മുടെ ചാനലിൽ കൂടി നമ്മൾ ഈ രീതിയിലുള്ള വീഡിയോസും കാര്യങ്ങളും ചെയ്തു തരുമ്പോൾ നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും നിങ്ങൾ കമന്റ്സിൽ വന്ന് ചോദിക്കുക, അല്ലെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ പേഴ്സണൽ മെസ്സേജ് അയക്കുക. നമ്മൾ അതിന്റെ റീപ്ലൈ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. കൂടുതൽ വളരെ നല്ലതായി തോന്നുന്നു എന്ന് തോന്നിയാൽ നിങ്ങളെ കൂട്ടുകാരിൽ ഷെയർ ചെയ്തെടുക്കുക. എല്ലാവരും അറിയട്ടെ, എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലാകട്ടെ. തീരുമാനമെടുക്കുന്നത് അവരുടെ ഇഷ്ടമാണ്. പക്ഷെ കാര്യങ്ങൾ അറിഞ്ഞില്ല എന്നുള്ളത് കൊണ്ട് അവസരം ആരെയും നഷ്ടപ്പെടാൻ പാടില്ല എന്നതാണ് ഓർമ്മിപ്പിക്കുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ അടുത്ത സെലക്ഷൻ പ്രൊസീജിയർ എന്താണ്? നമുക്ക് പറഞ്ഞു യോഗ്യത SSRനാർക്കയക്കാം, MRനാർക്കയക്കാം, ഹൈറ്റ് പറഞ്ഞു, നമ്മുടെ വിഷൻ പറഞ്ഞു, ഏജ് പറഞ്ഞു. ഇത്രയും കാര്യങ്ങൾ എങ്ങനെയാണ് ഇതിന്റെ സെലക്ഷൻ പ്രൊസീജിയർ? ഇതിന്റെ സെലക്ഷൻ പ്രൊസീജിയറാണ് മക്കളെ. ആദ്യം നമുക്ക് അവരൊരു പരീക്ഷയാണ് നടത്തുന്നത്. ഏത് പരീക്ഷ അവർ നടത്തുന്നത്? നേവിയുടെ എഴുത്ത് പരീക്ഷ. നേവിയുടെ ഫസ്റ്റ് ഒരു റിട്ടേൺ എക്സാം ഉണ്ടായിരിക്കും. ഈ എക്സാം നടത്തിയതിനു ശേഷം തുടർന്ന് PFT, PET ഇത് രണ്ടും എപ്പോഴും ഒന്നിച്ചു വരുന്നതാണ്. എന്താണ്? ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റും ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും. ഫിറ്റ്നസ് പറഞ്ഞാൽ നമ്മൾ ഹൈറ്റ് ഓക്കെ ആണോ, വെയിറ്റ് ഓക്കെ ആണോ, ചെസ്റ്റ് ഓക്കെ ആണോ എന്നുള്ള പരിശോധനകൾ അതിൽ നടക്കും. അതിനുശേഷം എഫിഷ്യൻസി ടെസ്റ്റ് എന്നുള്ളത് നടക്കും. ഓട്ടം, ലോങ് ജമ്പ്, ഹൈ ജമ്പ് കാര്യങ്ങൾ അതിൽ പരിശോധന നടത്തും. അതിൽ ക്വാളിഫൈഡ് ആകുന്ന വ്യക്തിക്ക് വീണ്ടും ഒരു എഴുത്ത് പരീക്ഷ ഉണ്ടാകും. ഈ എഴുത്ത് പരീക്ഷ എന്ന് പറഞ്ഞാൽ ഇതിനെ നമ്മൾ അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് എന്നാണ് വിളിക്കുന്നത്. മുൻപ് മുതലേ സേനകളിൽ, അതായത് നേവിയിലും എയർഫോഴ്സിലും ഉണ്ടായിരുന്നു. ആർമിയിലും ഇപ്പോൾ അത് വന്നിട്ടുണ്ട്. അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് എന്നുള്ളത് ഇതിനകത്ത് വരും. ഈ രണ്ടാമത് വരുന്ന എക്സാം. അതിനുശേഷം DV ആണ്, ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ. നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഡോക്യുമെന്റ് ശരിയാണോ, നമ്മളെ ഈ അർഹിച്ച മാർക്ക് നമുക്കുണ്ടോ എന്നുള്ള വിശദമായ പരിശോധനകൾ നടത്തും. ഇതേ തുടർന്നാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് എന്ന് പറയുന്ന ഒന്നാമത്തെ ഘട്ടം നമ്മുടെ എക്സാം. ഇനി SSRൽ എക്സാം എഴുതുന്ന ഒരു കുട്ടിയാണെങ്കിൽ അവർക്ക് 100 ചോദ്യങ്ങളാണ്, 100 ക്വസ്റ്റ്യൻസ്. അപ്പോൾ 100 മാർക്സ് തീർച്ചയായും ഉണ്ടായിരിക്കും. ഇനി എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നെഗറ്റീവ് തെറ്റി കഴിഞ്ഞാൽ 0.25 നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കും. ഓക്കെ, ഇത് ക്ലിയർ ആയി നമുക്ക്. ഇനി ഏതൊക്കെ വിഷയങ്ങളിൽ വെച്ചാണ് ഇവർക്ക് എക്സാം ഉണ്ടാകുന്നത്? ഇംഗ്ലീഷ് ഉണ്ട് ഇവർക്ക്. ഒരു വിഷയത്തിൽ ഒന്നാണ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് വന്നു. അതിനുശേഷം മാത്സ് ഉണ്ട്. ഇംഗ്ലീഷ് വന്നു, മാത്സ് വന്നു. പിന്നെ അതിനുശേഷം ജനറൽ അവയർനെസ്സും വരുന്നുണ്ട്, ഫിസിക്സും വരുന്നുണ്ട്. ഫിസിക്സ് പ്ലസ് GA, ജനറൽ അവയർനെസ്. അപ്പൊ ഏത് ടോപ്പിക്കാണ് വരുന്നത്? 1, 2, 3, 4 ടോപ്പിക്. ഈ 4 ടോപ്പിക്കിൽ നിന്നും ഇവർക്ക് എക്സാം. അപ്പൊ എന്തായി? ഒരു ടോപ്പിക്കിൽ എത്ര ക്വസ്റ്റ്യൻ വരും? നമ്മൾ സ്വാഭാവികമായി ചിന്തിച്ചു നോക്കി, 25 ക്വസ്റ്റ്യൻസ് വരും അല്ലേ?
25 ക്വസ്റ്റ്യൻ 25 × 4 100 ചോദ്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. ഓക്കെ, ഇത് ക്ലിയർ ആയല്ലോ. ഇനി MR വന്നു കഴിഞ്ഞാൽ മെട്രിക് ഇതിലേക്ക് വന്നാൽ സബ്മിഷന്റെ പ്രൊസീജിയർ സെയിം ആണ്. MR വന്നാൽ വരുന്നത് എന്താണ്? തീർച്ചയായിട്ടും നമുക്ക് വരുന്നത് മാത്സിന്റെ ഉണ്ട്. എത്ര ക്വസ്റ്റ്യനാ വരുന്നത്? ആദ്യം അത് നോക്കാം. അപ്പൊ എത്ര ക്വസ്റ്റ്യനാ വരുന്നത് നോക്കുമ്പോ 50 ചോദ്യങ്ങളാണ് വരുന്നത്. 50 ക്വസ്റ്റ്യൻ, അപ്പോ 50 മാർക്ക്. സമയം ഇതിന് കിട്ടുന്നത് വെച്ചാൽ 30 മിനിറ്റ്, 30 മിനിറ്റുകളാണ് കിട്ടുന്നത്. ഇവിടെയാണെങ്കിൽ എത്ര മിനിറ്റാ കിട്ടുക? ഇവിടെ 90 മിനിറ്റ്, അതായത് 1 മണിക്കൂർ സമയമാണ് ഇതിന് കിട്ടുന്നത് എന്നുള്ളത് ഓർക്കാം കേട്ടോ. ക്ലിയർ? 50 ക്വസ്റ്റ്യൻ 50. ഇനി ഈ 50 ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഏതൊക്കെയായിരിക്കും വരിക? ഈ പരീക്ഷയ്ക്ക് നിങ്ങളൊരു വേറൊരു പേര് വെക്കും കേട്ടോ. INET എന്നായിരിക്കും ഇതിന്റെ പേരായിട്ട് എഴുതിക്കുക. INET. അപ്പൊ ആരും ചിന്തിക്കില്ല ഈ INET എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഇന്ത്യൻ നേവി എൻട്രൻസ് ടെസ്റ്റ്. എന്താണ് INET എന്ന് പറഞ്ഞാൽ? ഇന്ത്യൻ നേവി എൻട്രൻസ് ടെസ്റ്റ് എന്നുള്ളത് മാത്രമേ അതിനകത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ അങ്ങനെ ചിന്തിച്ചിരിക്കാൻ പാടില്ല. ഇത് ടെൻഷനായ കാര്യമാണ്, ചിന്തിക്കാൻ പാടില്ല കേട്ടോ. ഇനി ഇതിനകത്ത് ഏതൊക്കെയാ വരുന്നത്? നമുക്ക് മാത്സ് വരുന്നുണ്ട്. ഓക്കെ, അതിനുശേഷം ഫിസിക്സ് കെമിസ്ട്രി കാര്യങ്ങൾക്ക് എല്ലാം കൂടെ ഉൾപ്പെടെ ഇംഗ്ലീഷ് ഇതിനകത്ത് വരുന്നില്ല. സയൻസ് എന്ന് കോമൺ ആയിട്ട് നമുക്ക് പറയാം. സയൻസ് പ്ലസ് അതിന്റെ കൂടി എന്താ വരുന്നത്? GA ജനറൽ. ഇതെല്ലാം കൂടെ കൂടിയിട്ടാണ് ഇതിന്റെ വരുന്നത് 50 വരുന്നത്. ഇവിടെ വരുമ്പോൾ 100 ക്വസ്റ്റ്യൻ ആണുള്ളത്, അതിന് 90 മിനിറ്റ് കിട്ടി. ഇവിടെ വരെ 50 ക്വസ്റ്റ്യൻ ആണത്, 30 മിനിറ്റ് ആണ് അതിന് കിട്ടിയത്. പക്ഷെ ഇതിനകത്ത് മക്കളെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളിപ്പോ ചിന്തിക്കുകയാണ് എനിക്ക് മാത്സ് കുറച്ച് വിഷമമാണ്, സയൻസും ജനറൽ അവയർസും എനിക്കറിയാം, മാത്സിനെ ഞാൻ ഉപേക്ഷിച്ചു, സയൻസിലും ജനറൽ അവയർസിലും മാർക്ക് സ്കോർ ചെയ്തേക്കാം എന്ന് ചിന്തിച്ചാൽ, അതുപോലെ ഇവിടെ എനിക്ക് മാത്സ് വിഷമം ഫിസിക്സ് വിഷമം, ഞാൻ ബാക്കി 3-ൽ നിന്ന് കൂടുതൽ മാർക്ക് നേടാമെന്ന് ചിന്തിച്ചാൽ നമ്മൾ ഈ എക്സാം പരാജയപ്പെടും. ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, മസ്റ്റ് പാസ് ഇൻ ഈച്ച് സബ്ജക്ട്. എന്താണ് പറയുന്നത്? മസ്റ്റ് പാസ് ഇൻ ഈച്ച് സബ്ജക്ട്. തീർച്ചയായിട്ടും എല്ലാ സബ്ജക്റ്റിലും പാസ്സായിരിക്കണം. അതിന്റെ അർത്ഥം എന്താണ്? ഇംഗ്ലീഷിൽ ഫുള്ള് കിട്ടിയിട്ടും മാത്സിൽ കിട്ടിയിട്ടും ഫിസിക്സിൽ കിട്ടിയിട്ടും GAയിൽ പാസ്സായിട്ടില്ലെങ്കിൽ കാര്യമില്ല. അപ്പൊ 25-ൽ എത്ര മാർക്ക് നമുക്ക് സ്വാഭാവികമായി പാസ്സാവാൻ വേണ്ടി വരും? തീർച്ചയായിട്ടും ചിന്തിക്കുക, നമ്മൾ 25-ൽ ഒരു 10 മാർക്കോ 15 മാർക്കോ നേടിക്കഴിഞ്ഞാൽ സൂപ്പറായി നമ്മൾ ആ പാട്ട് പാസ്സായി. അങ്ങനെ 4 നമ്മൾ പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അത് എക്സാം എഴുതുമ്പോൾ എക്സാമിന്റെ ടിപ്സും കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന സമയത്ത് തീർച്ചയായും അത് നിങ്ങൾക്ക് മനസ്സിലായി. ഓർക്കുക, ഇവിടെയുമായാലും സബ്ജക്ട് എല്ലാത്തിലും പാസ്സാകണം. ഒരെണ്ണത്തിൽ മാത്രം കൂടുതൽ മാർക്ക് സ്കോർ ചെയ്തുകൊണ്ട് കാര്യമില്ല. 3 സബ്ജക്റ്റും പാസ്സാകണം. അതിനുശേഷം മറ്റ് സബ്ജക്റ്റുകൾക്ക് കൂടുതൽ കിട്ടുന്ന മാർക്ക് നമ്മൾ റാങ്ക് ലിസ്റ്റ് നിർണ്ണയിക്കാൻ വേണ്ടി കൂടുതലായിട്ട് അവസരമുണ്ടാകും. ഇനി ഇത് നമുക്ക് പറഞ്ഞല്ലോ, നമ്മള് ബോത്ത് ബോയ്സ് ആൻഡ് ഗേൾസ് അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞു അല്ലെ? ബോയ്സ് ആൻഡ് ഗേൾസ് പറഞ്ഞു, ഹൈറ്റ് ഇമ്പോർട്ടൻസ് ആയിട്ട്, വിഷനെ കുറിച്ച് പറഞ്ഞു, ഏജിനെ കുറിച്ച് പറഞ്ഞു, പരീക്ഷയുടെ രീതിയെ കുറിച്ച് പറഞ്ഞു. ഇനി പരീക്ഷയ്ക്ക് മാത്രം നിങ്ങൾ നോക്കിയിട്ട് കാര്യമില്ല, ഇതൊരു ഫിസിക്കൽ കൂടിയുള്ള കാര്യമാണ്. അപ്പൊ നിങ്ങൾ എക്സാം എഴുതി കഴിഞ്ഞാൽ ആഫ്റ്റർ എക്സാം 30 ഡേയ്സിനുള്ളിൽ നിങ്ങളുടെ റിസൾട്ട് പുറത്തു വരും. 30 ദിവസത്തിൽ റിസൾട്ട് പുറത്തു വരും. അതിനുശേഷമായിരിക്കും നിങ്ങളെ വിളിക്കുന്നത് എന്തിനു വേണ്ടി? ഫിസിക്കലിന് വേണ്ടി. അപ്പൊ ഫിസിക്കൽ എന്തേ ഉള്ളൂ? ഫിസിക്കൽ ഹാർഡ് ആയിട്ടൊന്നുമില്ല. ഫിസിക്കൽ 1600 മീറ്റർ ഓട്ടമാണുള്ളത്. ബോയ്സിനും ഗേൾസിനും ഇത് തന്നെയാണ്. ആ ഓട്ടം എന്ന് വെച്ചാൽ 6 മിനിറ്റ് 30 സെക്കൻഡ് കൊണ്ട്, പെൺകുട്ടികളാണ് 8 മിനിറ്റ് കൊണ്ട് പൂർത്തിയാക്കണം. അതിനുശേഷം നമുക്ക് എന്താ ഉള്ളത്? കുറച്ച് പുഷപ്പ്, കുറച്ച് സിറ്റപ്പ്, അങ്ങനെ സ്കോട്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ 10 എണ്ണം വീതം 15 എണ്ണം വീതം 12 എണ്ണം. സിമ്പിൾ ആയ കാര്യമാണ്. ഏതൊരു മനുഷ്യനും, സാധാരണ ആരോഗ്യമുള്ള ഏതൊരു കുട്ടികൾക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ഈ റണ്ണിങ് മാത്രമേ ഉള്ളൂ. എന്നാലും ആർമി റിക്രൂട്ട്മെന്റ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ 1600 മീറ്റർ ഓടാൻ വേണ്ടി ആർമിക്ക് കിട്ടുന്നത് 5 മിനിറ്റ് 45 സെക്കൻഡാണ്. ഇത് 6.5 മിനിറ്റ് ആണ്. അപ്പൊ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ എന്തായിരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഫസ്റ്റ് സ്റ്റെപ്പായ എക്സാം ഒരല്പം കഠിനമായിരിക്കും. അതിനുശേഷം സിമ്പിൾ ആയ ഫിസിക്കൽ, നെക്സ്റ്റ് ഒരു അഡാപ്റ്റീവ് ടെസ്റ്റ്, അത് കഴിഞ്ഞ ശേഷം മെഡിക്കലും ഡോക്യുമെന്റ് വെരിഫിക്കേഷനും നടക്കും. അതിൽ സെലക്ട് ആവുകയാണെങ്കിൽ നമ്മൾക്ക് തീർച്ചയായിട്ടും നമ്മൾക്ക് ജോലി ലഭിക്കും. ഇതിനെ കുറിച്ച് നമ്മൾ മറ്റൊരു PSC എക്സാം എഴുതി കാത്തിരിക്കുന്നത് പോലെ റാങ്ക് ലിസ്റ്റിൽ വന്ന് ഒത്തിരി കാലം കാത്തിരിക്കണം. മക്കളെ, നിങ്ങളെ ട്രെയിനിങ് തുടങ്ങുന്നത് എന്താണെന്ന് അറിയോ? അപേക്ഷ ഇപ്പൊ വിളിക്കുന്നു. അപേക്ഷ വിളിക്കുന്ന ഡേറ്റ് എന്താണ്? എന്ന് മുതൽ അപേക്ഷ 13-ാം തീയതി ഈ മാസം വിളിച്ചിരുന്നു അല്ലെ? 13 മെയ് തുടങ്ങി എന്ന് വരിക
27 മെയ് വരെ നിങ്ങൾക്ക് അപേക്ഷ അയക്കാൻ പറ്റും. അയച്ച നിങ്ങൾ സെലക്ഷൻ ആയാൽ നിങ്ങളുടെ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് നവംബറിൽ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യും. ഈ നവംബർ 2024 എവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഒഡീസ വെച്ചിട്ട് നിങ്ങളെ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യും. അപ്പം ആലോചിച്ച് നോക്കിക്കോളൂ, ഇത് മാസം എത്രയായി അല്ലേ? മെയ് മാസമായില്ലേ? അപ്പൊ ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ ഇത്രയും മാസങ്ങൾക്കുള്ളിൽ നിങ്ങൾ എഴുത്തു പരീക്ഷ നടക്കണം, നിങ്ങളെ ഫിസിക്കൽ നടക്കണം, ഷോർട്ട് ലിസ്റ്റ് ചെയ്യണം, ട്രെയിനിങ് സെന്ററിലേക്ക് നിങ്ങളെ പറഞ്ഞു വിടണം. അപ്പൊ ഇത് ഫാസ്റ്റായി നടക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ എന്താണ്, നമ്മൾ ഇതിന്റെ അപേക്ഷ 27-ാം തീയതി തീർന്നു കഴിഞ്ഞാൽ 3 ദിവസം നിങ്ങൾക്ക് അഡീഷണൽ കിട്ടും. എന്തെങ്കിലും കറക്ഷൻ വരുത്താൻ വേണ്ടി. അത് ഏതൊക്കെ ദിവസമായിരിക്കും? 28, 29, 30 ഈ 3 ദിവസം എന്തെങ്കിലും കറക്ഷൻസ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ വേണ്ടി ലഭിക്കും. അതിനുശേഷം മറ്റൊരു കറക്ഷൻ നടക്കില്ല. പിന്നീട് നിങ്ങളുടെ പരീക്ഷയുടെ ഡെഡിറ്റ് കിട്ടുന്നിടം വരെ നിങ്ങൾ തയ്യാറാണ്. സേനകൾ ഒരിക്കലും നിങ്ങളോട് പറയാറില്ല നിങ്ങൾ പരീക്ഷ ഇന്ന സമയത്താണെന്ന് പിന്നെ ഡിക്ലെയർ ചെയ്യും. പക്ഷെ ഒരിക്കലും നിങ്ങൾ പഠിക്കണം എന്ന് പറയില്ല. പഠിക്കാനുള്ള ടോപ്പിക്കുകൾ തന്നത്, സിലബസുകൾ തന്നു, ടൈം തന്നു. പഠിക്കേണ്ടത് ആരുടെ ആവശ്യമാണ്? നമ്മുടെ ആവശ്യമാണ്. അപ്പൊ മക്കളെ, +2 കഴിഞ്ഞ് മറ്റു കോഴ്സുകളിലേക്കോ അല്ലെങ്കിൽ മറ്റു കോഴ്സുകളിലേക്കോ പോകാൻ കാത്തിരിക്കുന്ന നിങ്ങൾ ഈ ഒരു അവസരം കൂടി നല്ല രീതിയിൽ വിനിയോഗിക്കണം. പലരും പറയും നേവിയിലൊക്കെ വേക്കൻസി കുറവാ. നിങ്ങൾക്ക് എത്ര വേക്കൻസി വേണം മക്കളെ? 1500 വേക്കൻസി ഉണ്ട്. അതിൽ ഒരു വേക്കൻസി പോലെ അത് നിങ്ങൾക്ക് വിധിച്ചിട്ടുള്ളതാണെങ്കിൽ നിങ്ങൾ അത് നേടിയെടുക്കണം. ഇനി 1500 വേക്കൻസി ഉള്ളൂ അതുകൊണ്ട് ഞാൻ എഴുതില്ല എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. മിലിറ്ററി നഴ്സിംഗ് 220 വേക്കൻസി ഉള്ളൂ. അതിന് ഓൾ ഇന്ത്യയിലുള്ള ആളുകൾ മത്സരിക്കുന്നുണ്ട്. UPSC നടത്തുന്ന സിവിൽ സർവീസ് എക്സാമിന് എത്ര വേക്കൻസി ഉണ്ട്? അതിൽ എത്ര ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്നുണ്ട്. നമ്മുടെ കേരള പോലീസിനോ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ നടക്കുന്ന PSCകൾക്കോ 400-500 വേക്കൻസികൾ ഉണ്ടെങ്കിൽ 10, 15, 25 ലക്ഷം ആളുകളാണ് അതിനുവേണ്ടി എക്സാം എഴുതുന്നത്. അതിൽ അവരെ പോലെ ഒരാൾക്ക് നിങ്ങളോട് കോമ്പറ്റീഷൻ ചെയ്യാൻ പറ്റില്ല. കാരണം ഒന്ന് ഏജ്, ഈ ഏജ് ലിമിറ്റേഷൻ ഉള്ളതെന്ന് പറയുമ്പോൾ നിങ്ങൾ മാത്രമാണ്. ഫ്രഷ് ആയി ഇപ്പൊ പഠിച്ച് പുറത്തു വന്ന നിങ്ങൾക്ക് അല്പം കൂടി നല്ല രീതിയിൽ പഠിക്കുകയാണെങ്കിൽ തീർച്ചയായും എത്തിപ്പെടാൻ പറ്റുന്ന നല്ലൊരു ജോലിയാണ് നേവിയുടേതെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ആഫ്റ്റർ കംപ്ലീഷൻ ഓഫ് യുവർ 4 ഇയർ സർവീസ് നിങ്ങളിൽ യോഗ്യതയുള്ളവർക്ക് സ്ഥിരപ്പെട്ട് നേവിയിൽ അംഗങ്ങളാകാം. ഇനി ഒരു വ്യക്തിക്ക് തോന്നുകയാണ് 4 വർഷം കഴിയുമ്പോൾ നേവി എനിക്ക് താല്പര്യമില്ല, ഞാൻ നാട്ടിൽ പോയി സിവിൽ മറ്റൊരു ജോലി കണ്ടെത്തും എന്നാണ് തോന്നുന്നെങ്കിൽ സ്കിൽ സർട്ടിഫിക്കറ്റ് കൂടി വാങ്ങിക്കൊണ്ട് വന്ന് ധൈര്യസമേതം മറ്റു ജോലികൾക്ക് ശ്രമിക്കാം. അതിന്റെ ബേസിക് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന സാലറിയും കാര്യങ്ങൾ, സേവാനിധി പാക്കേജും കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഓർക്കണം, ഞാനോ നിങ്ങളോ ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ വഴിക്കിൽ പോകുന്നു, കാറിൽ പോകുന്നു, ബസ്സിൽ പോകുന്നു, അപകടങ്ങൾ എപ്പോ വേണമെങ്കിലും നമുക്ക് വരാം. മഴക്കാലം വരുന്നോളം മരത്തിന്റെ ചോട്ടിൽ പോയി നിൽക്കുക, ആ മരം ഒടിഞ്ഞ് നമ്മളെ തലയിൽ വീണൂടെ? അപ്പൊ എന്താണ് സംഭവിക്കാൻ നമുക്കില്ല. അങ്ങനെ നമുക്ക് അറിഞ്ഞോ അറിയാതെയോ എന്തെങ്കിലും വന്നു ചേർന്നാൽ 48 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് കിട്ടും. നമ്മൾ ആരും മരണപ്പെട്ട് നമ്മുടെ കുടുംബത്തിൽ പൈസ കിട്ടാനല്ല, എന്തെങ്കിലും സംഭവിച്ചു പോയാൽ പോലും നമ്മളെ കുടുംബത്തെ സേന പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള ഓർമ്മയുണ്ടാകും. തീർച്ചയായും എല്ലാവരുടെയും മനസ്സിലുണ്ടാകുന്ന ഒരേ ഒരു സംശയം, അഗ്നിവീർ പദ്ധതിയാണല്ലോ, അതുകൊണ്ട് 4 വർഷം കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യുമല്ലോ എന്നാണെങ്കിൽ ആ സംശയങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അത് തെറ്റായ സന്ദേശമാണ്. ഞാൻ അടുത്ത ദിവസം തന്നെ മറ്റൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അഗ്നിവീർ പദ്ധതി നല്ലതാണോ ചീത്തയാണോ എന്നുള്ള കാര്യങ്ങൾ അതിൽ വളരെ വ്യക്തമായിട്ട് പറയും. ഈ ഒരു വീഡിയോയുടെ കൂടെ അത് ചെയ്തു കഴിഞ്ഞാൽ അത് കൂടുതൽ ദൈർഘ്യമുള്ളതായി പോകും. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ഇപ്പോൾ പ്രതിപാദിക്കാത്തത്. പക്ഷെ മക്കൾ ഓർക്കണം, ഇപ്പോൾ പഠിച്ചിറങ്ങിയ പുറത്തു വന്ന കുട്ടികൾ 17 വയസ്സിന് 21 വയസ്സിനും ഇടയ്ക്കുള്ള കുട്ടികൾക്ക് കിട്ടാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു സുവർണ അവസരം തന്നെയാണ് നേവിയുടെ SSR പ്ലസ് MR. SSRൽ ഫിസിക്സും മാത്സും വേണമെങ്കിൽ തന്നെ MRൽ അതിന്റെ ആവശ്യമില്ല. 10th ബേസ് ആണ് എടുക്കുന്നത്. എല്ലാവരും ഈ അവസരം പരമാവധി ഉപയോഗിക്കണം. ഇനി നിങ്ങളിൽ ആർക്കെങ്കിലും ഓൺലൈൻ ക്ലാസ്സുകളോ അല്ലെങ്കിൽ ഓഫ്ലൈൻ ക്ലാസ്സുകളോ ആവശ്യമുണ്ടെങ്കിൽ ഇരിട്ടി APRTCയും ഈ ക്ലാസ്സുകൾ ആരംഭിക്കുന്നുണ്ട്. തീർച്ചയായും ആ ക്ലാസ്സുകളെ കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവർ ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറായ 9447000161 എന്ന നമ്പറിൽ നിങ്ങളുടെ പേര്, സ്ഥലം, നേവി, MR അല്ലെ SSR ഡീറ്റെയിൽസ് അയച്ചാൽ
നമ്മളുടെ ഫീസ് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കാര്യങ്ങൾ നിങ്ങൾക്ക് അതിൽ ലഭിക്കുന്നതായിരിക്കും. ഇനി മറ്റൊരു സ്ഥാപനത്തിലോ മറ്റൊരു സ്ഥലങ്ങളിലോ ആണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിലും ആത്മാർത്ഥമായി പഠിക്കണം. എല്ലാ സ്ഥാപനങ്ങളും നിങ്ങൾക്ക് ചെയ്തു തരുന്നത് നല്ലതായിരിക്കും. അത് സ്വീകരിക്കേണ്ടത് മാർഗം നിങ്ങളതാണ്. നിങ്ങൾ അധ്വാനപ്പെടാതെ അല്ലെങ്കിൽ കഷ്ടപ്പെടാതെ പിന്നീട് അവിടെ പഠിച്ചതുകൊണ്ട് എനിക്ക് കിട്ടിയില്ല എന്ന് പറയാൻ ഇടവരരുത്. അങ്ങനെ എല്ലാ മക്കൾക്കും ജോലി നേടാൻ കഴിയട്ടെ. അതിന് ആത്മാർത്ഥമായി നിങ്ങളോട് ഈശ്വരൻ നിങ്ങളോട് ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ഭാരത്.